എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ബോധോദയം ഉണ്ടായത് കുറച്ച് ലേറ്റ് ആയിട്ടേ ഉള്ളൂ. കാരണം ഞാൻ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വെറുതെ ടി വി ഒക്കെ ഇരുന്ന് കണ്ട ശേഷമാണ് എനിക്ക് ആ ഒരു തോന്നിയത്. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, നേരെ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ആകെ കൂടെ വീട്ടിൽ രാവിലെ ഒരു പണിയുള്ളത് അടിച്ചു കയറില്ല കേട്ടോ. അപ്പോൾ ഞാൻ അത് ചെയ്യുമായിരുന്നു. അതിനുശേഷം ഞാൻ തലയിൽ ഷാമ്പൂ ഇട്ടു കേട്ടോ. കാരണം നല്ല ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ആഴ്ചയിൽ ഞാനതിങ്ങനെ വീക്കിലി യൂസ് ചെയ്യും. അപ്പോൾ ഇന്നത് യൂസ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഞാനത് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ കുറച്ച് നോട്ട്സ് എഴുതാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് തീരെ ഭയങ്കര തിരക്ക് കൊണ്ടായിരിക്കും ഞാൻ ഈ ഒരു ഗ്യാപ്പിൽ നോട്ട്സൊക്കെ ക്ലിയർ ചെയ്യുന്നത്. അല്ല, എനിക്ക് ഇഷ്ടംപോലെ ടൈമുണ്ട്. പിന്നെ പഠിക്കാനും എഴുതാനൊക്കെ ഓരോ മൂഡ് ഉണ്ടാവുമല്ലോ നമുക്ക്. ഓരോ ടൈം നമുക്കൊരു പൂതി തോന്നുമല്ലോ, ആ സമയത്തേ നമ്മളിതൊക്കെ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര മടിയാണല്ലോ. അപ്പം എനിക്ക് ഇപ്പോൾ ഒരു മൂഡ് തോന്നിയതായിരുന്നു. അപ്പം ഞാൻ എന്തായാലും അത് ക്ലിയർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആ നോട്ടൊക്കെ എഴുതി ഉണ്ടാക്കി. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ കുളിക്കാൻ പോയട്ടോ. അങ്ങനെ ഞാൻ കുളിച്ച് വന്നതിന് ശേഷം ജസ്റ്റ് മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ തന്നെ ഞാൻ തലയിലൊരു ഓയിൽ തേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഇങ്ങനെ അതിനൊരു അളവൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഡോക്ടർ എഴുതി തന്നൊരു മരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് തേക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തലയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്ന. ഇത് കുളിച്ച് ഞാൻ ഡെയിലി ചെയ്യാം, പക്ഷെ ഞാനിത് തല നനയ്ക്കുന്ന ദിവസങ്ങളിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം ഞാൻ അതൊക്കെ ചെയ്ത് കൊടുത്തു. അപ്പോൾ പിള്ളേർ എന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വിളിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കട്ടെ. ഒളിച്ചുകളി കളിക്കാൻ വിളിക്കുകയാണ് ഗൈസ് എന്നെ. അശേച്ചിയേ ഒളിച്ചുകളി കളിക്കണ്ടോ എന്നൊക്കെ. അപ്പോൾ അതാ പിന്നെ മേമ വന്നട്ടോ. മേമ തങ്കത്തിനെ കൊണ്ട് വന്നതാട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ട് എല്ലാവരും വീട്ടിലുണ്ട്. തറവാട്ടിലാണ് കേട്ടോ പരിപാടി. അപ്പം മേമ അവിടേക്ക് വന്നായിരുന്നു. അപ്പം തങ്കത്തിന് അവിടെ നിന്ന് മേമ വന്നപ്പോൾ തന്നെ തങ്ക എഴുന്നേറ്റു എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ അടുത്ത് കൊടുക്കുന്നത് എന്താണ് കേട്ടോ അവർക്ക് പണി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ തങ്കത്തിനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടി. പിന്നെ അച്ഛൻ വന്നപ്പോഴേക്കും അപ്പോൾ പിന്നെ അവളെ അച്ഛൻ്റെ അടുത്ത് വെച്ചു. പിന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലേ. പിന്നെ ഇവളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇങ്ങനെ ഇരിക്കപ്പോറില്ല. ഇവളെന്നല്ല, ഒരു കുട്ടികളെ കണ്ടു കഴിഞ്ഞാലും പിന്നെ ഞാനിങ്ങനെ ഉമ്മച്ച് ഇങ്ങനെ ഇരിക്കും കേട്ടോ. കുട്ടികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മയ്ക്ക്. അപ്പോൾ ഞാൻ അവളെ പിന്നെ ശല്യം ചെയ്തോടേ ഇരിക്കും. അങ്ങനെ അച്ഛൻ ഫോണൊക്കെ എടുത്തിട്ട് അവളെ വീഡിയോ ഒക്കെ എടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ അച്ഛൻ ടി വി ആണായിരുന്നു. പിന്നെ അച്ഛൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി. അപ്പം ഞാനും തങ്കവും എന്താ പറയുക, അമ്മ അവിടെ നിന്ന് തറവാട്ടിക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ പുറപ്പെട്ടിട്ട്. അപ്പോൾ അതാണ് തങ്കി എത്തിച്ച് നോക്കുന്നത് വല്യമ്മേനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് മുടിയൊക്കെ ഒന്ന് ഉണങ്ങി വന്ന് സെറ്റായി. ഇപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒരു മേക്കപ്പ് പോലെ ചെയ്യും. മേക്കപ്പ് അല്ല, ആൾക്കാർ വരുന്നതല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറപ്പെട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇല്ലെങ്കിൽ അമ്മ റെഡിപ്പെടുത്തും. ഞാനൊരു മിനിമലിസ്റ്റിൻ്റെ ഒരു മോയ്സ്ചറൈസർ തേച്ചു. അങ്ങനെ അതിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നല്ല കാറ്റുകാലല്ലേ, പ്രത്യേകിച്ച് ഇവിടേക്ക് ഭയങ്കര കാറ്റാണ്. അപ്പോൾ തങ്ക എൻ്റെ മടിയിലിരുന്നിട്ടാട്ടോ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അവർ ഫുഡ് കഴിക്കുക. അപ്പം ഞാൻ അവളെ എൻ്റെ മടിയിലിരുത്തിയിരിക്കുക. ഇതുവരെ ഒരു കരച്ചിലില്ലായിരുന്നു. ഇവിടെ കുട്ടിപ്പട്ടാളങ്ങൾ വന്നിട്ട് ഇവളെങ്ങനെ ശല്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഈ സൗണ്ട് ഇപ്പോൾ ഇതുവരെ. പിന്നെ ഞാനൊരു പൗഡറൊക്കെ ഇട്ട് കൊടുത്തു. മോയ്സ്ചറൈസർ ഇട്ട ശേഷം തങ്കം ഒതുങ്ങിയിരിക്കും കേട്ടോ. പക്ഷേ ഈ കുട്ടികൾ ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ ഇവളെങ്ങനെ കളിപ്പിക്കുകയാണ് സൗണ്ട് ഉണ്ടാക്കാണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുക. കാരണം അതുകൊണ്ടാണ് ഈ ചെറിയൊരു സൗണ്ടെങ്കിലും അവളുടെ ഭാഗത്തുണ്ടായത്. പിന്നെ ഞാനിത് ഐലൈനറൊക്കെ എഴുതി കൊടുത്തു. പിന്നെ ചെറിയൊരു പൊട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ശരിക്കും എനിക്ക് ആ പൊട്ട് എടുക്കുന്നവരെ അറിയില്ലായിരുന്നു. ഞാൻ ബ്ലാക്കാന്ന് വിചാരിച്ചിട്ട് എടുത്തത്, പക്ഷേ അത് റെഡായിരുന്നു. അങ്ങനെ ഞാൻ ഐലൈനറൊക്കെ എഴുതി കൊടുത്തു. ഒരു റെഡ് പൊട്ടൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ കുറേ കാലം മുന്നേ, അതായത് ഒരു വർഷം മുന്നേയൊക്കെ ഞാൻ ഈ റെഡ് പൊട്ട് എനിക്ക് ഭയങ്കര ക്രേസായിരുന്നു. പിന്നെ അതൊന്ന് പകുതി വെച്ച് നിന്നു. പിന്നെ ഇപ്പോൾ വീണ്ടും ഇത് കിട്ടിയപ്പം കിട്ടു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാനിതാ തങ്ക അവിടെ നിന്ന് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നല്ല ഒതുങ്ങിയിട്ടുണ്ട്. അവൾക്ക് ഇങ്ങനത്തെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവളെ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. പിന്നെ ആൾ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നല്ല പോസ് ചെയ്തിട്ടും നല്ല ഒരു വാശിയില്ലാണ്ട് അങ്ങനെ നിൽക്കും. കണ്ടോ, എനിക്ക് ഈ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഉമ്മ വയ്ക്കുന്ന ത്വരയുണ്ട് ഗൈസ്. ഇതെനിക്ക് ഏത് കുട്ടികളെ കണ്ടാലും ഉണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്കിങ്ങനെ. എന്നിട്ട് ഞാൻ പിന്നെ ഹൈബ്രോസ് ഒന്നൊക്കെ എഴുതി കൊടുത്തോട്ടെ. എനിക്കിപ്പോൾ ചെറുതായി ഹൈബ്രോസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചോ? മുമ്പ് എനിക്ക് ഒട്ടും ഇല്ലായിരുന്നു പുരികൊക്കെ എഴുതി കൊടുക്കുമ്പോൾ. ഇപ്പോൾ അത്യാവശ്യം നല്ല കളറിൽ തിക്കായിട്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ അന്ന് കുറച്ച് ഇടയ്ക്ക് ഞാനൊരു ആവണക്കണ്ണൊക്കെ തേച്ചിട്ട് പുരുഷ് പോലെ നിൽക്കും, കൺമഷിയൊക്കെ തേച്ചെന്ന് പുരുഷമായി നിൽക്കുന്നു. അപ്പോൾ എനിക്കതിൻ്റെ ഒരു
എഫക്റ്റ് എനിക്ക് കാണാനുണ്ട് കേട്ടോ ഇപ്പം. അപ്പം ഞാൻ ചെറിയൊരു ലൈറ്റീൻ്റെ ഒരു റെഡ് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ലിപ്സ്റ്റിക്ക് കൂടിയപ്പോൾ പരന്നപ്പോൾ, ഞാൻ എപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്താലും പരക്കും. അപ്പോൾ ആ ലിപ്സ്റ്റിക്ക് പരന്നപ്പോൾ ഞാനത് ബ്ലഷ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മറ്റേ സെറം തേച്ചിട്ട് മുടി ചെറുതായി ഉണങ്ങി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ സെറം തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ ഞാൻ മുടിയൊക്കെ ചീന്തി കൊടുത്ത് മുടി ഭയങ്കരമായിട്ട് ഒട്ടിക്കെടുക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, ചില ദിവസം നല്ല വൃത്തിയിൽ കൊടുക്കും, ചില ദിവസം എത്ര ചെയ്താലും റെഡിയാവില്ല. അപ്പോൾ തങ്കം കരയാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് ഞാൻ തങ്കത്തിനെ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ഇതാ ചില ദിവസം പറഞ്ഞ പോലെ തന്നെ മുടി ഒട്ടും സെറ്റാവില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കെട്ടിയത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ ഞാനൊരു ഇയറിങ്സ്, ഇതിൻ്റെ പഴയ ഇയറിങ്സ് ആട്ടോ, ഒരു റോസ് മുത്തൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഇയറിങ്സ് ഇട്ടപ്പോൾ ഒന്നും കൂടി തെളിച്ചം തോന്നി കേട്ടോ. അങ്ങനെ ഞാൻ പുറപ്പെട്ട് റെഡിയായിരുന്നു. വേറെ എങ്ങോട്ടും പോകാനല്ല കേട്ടോ, ഇവിടെ തന്നെ കുറച്ച് ആൾക്കാർ വരുമല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറപ്പെട്ട് നിന്നു എന്നേ ഉള്ളൂ. ഹായ് ഹായ് പറ, ഹായ് ഹായ് ഗൈസ്. ചീച്ചി ഒഴിച്ചു. തങ്കം എൻ്റെ മേത്ത് മൂത്രമൊഴിച്ചു ഗൈസ്, ചീച്ചി ഒഴിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഡ്രസ്സ് മാറ്റിയത്. നല്ല കാറ്റുണ്ട് കേട്ടോ. തങ്കം എളിച്ചില്ല, തങ്കം തിരികെ ഞാൻ മുടി വരെ എടുത്തു. എന്തിനാടി മൂത്രമൊഴിച്ചത് ഇതിൻ്റെ മേത്ത്? ഡ്രസ്സ് മാറ്റേണ്ടി വന്നില്ലേക്ക്? മേത്ത ഈ സാധനങ്ങൾ എടുക്കാം കേട്ടോ. തങ്കം തങ്കം എന്തിനാ മൂത്രമൊഴിച്ചത് ചേച്ചിയുടെ മേത്ത്? ചീച്ചു ഒഴിച്ചത് എന്തിനാ? ഡ്രസ്സൊക്കെ നനച്ചില്ലേ ചേച്ചിയുടെ? പറ എന്തിനാ ചീച്ചു വെച്ചത്? ചീച്ചു വെച്ചത് എന്തിനാ? ചീച്ചു വെച്ചത് എന്തിനാ? മൂത്രമൊഴിച്ച് ആകെ കോളാക്കി. അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നു ഗൈസ്. അപ്പം ഇനി ഞാനിവളെ കൊണ്ടുപോയി തറവാട്ടിലാക്കട്ടെ കേട്ടോ, അവളെ നമ്മുടെ അടുത്ത്. പിടിക്കി. അപ്പം ഗൈസ് ഞാൻ ഇവളെ കൊണ്ടാക്കിയിട്ട് വരാം. നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല വെയിലും കാറ്റും ഉണ്ട്. തങ്കത്തിന് പിന്നെ ക്യാമറ ഉണ്ട്, പിന്നെ ഒരു കുഴപ്പമില്ല. ഇതാ ഞങ്ങൾ തങ്കത്തിൻ്റെ ഡാഡി. തങ്കത്തിൻ്റെ ഡാഡി പോയി. ഉണ്ട് ഇവിടെ ഉള്ളതാണ്. എപ്പോഴേ കണ്ടപ്പോൾ നോക്കണില്ലേ? ചീച്ചു ചോദിച്ചു എൻ്റെ മേത്ത്. ഈ കണ്ടിട്ട് ചേച്ചിയുടെ മേലും ചീച്ചി വെച്ചിട്ട് പെണ്ണ്. അവിടെ ഇരുന്നോ ഇനി?
എങ്ങനെ ടാറ്റാ 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 ടാറ്റാ. മനസ്സിലുണ്ടോ മാക്സിലുണ്ട്. ഇത് എനിക്ക് ഉച്ചയാകുമ്പോഴേക്കും ഭയങ്കര ദാഹട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ നന്നായി ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ കലക്കി തരാൻ പറഞ്ഞു. അപ്പോൾ അതിൽ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് അതിൽ സെറ്റാക്കി തന്നിട്ട് ഞാൻ കുടിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ നാരങ്ങേൻ്റെ കുരു ഇങ്ങനെ വായപ്പെട്ടപ്പോൾ ഞാനതിങ്ങനെ തുപ്പിക്കളി കേട്ടോ. എനിക്കിങ്ങനെയൊക്കെ ഓരോ പരിപാടിയൊക്കെ ഉണ്ട്. എന്താ പണ്ട് ചെറുപ്പത്തിൽ ഞാൻ ചെറിയ തിണ്ടത്ത് സ്റ്റൂളൊക്കെ ഇട്ടിട്ട് മാറാലൊക്കെ തട്ടിയിട്ട് വീണിട്ട് കയ്യും കാലൊക്കെ ഒടിഞ്ഞിരുന്നിട്ടൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഓരോ കുരുത്തക്കേടൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. എന്നിട്ട് പിന്നെ അതൊക്കെ ഒരു കാലം. പിന്നെ ഇപ്പോൾ ഞങ്ങളിങ്ങനെ തറവാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ തറവാട്ടിൽ ചെന്നപ്പോൾ അതേ പാപ്പൻ്റെ കുട്ടിച്ചൻ്റെ കല്യാണത്തിൻ്റെ ആൽബം ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ ആൽബം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവരെ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളായി. ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഈ ആൽബം കാണുന്നത്. പിന്നെ ഞാൻ ഇവിടെ വീട്ടിലുണ്ടായിരുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ടായിരിക്കും കാണാതിരുന്നത്. എന്നിട്ടിപ്പോൾ ഞാനിപ്പോൾ ഇന്ന് കണ്ടു അത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫോട്ടോസൊക്കെ നോക്കിയപ്പോൾ എൻ്റെ ദൈവമേ ഞങ്ങളുടെ ഫോട്ടോസ് കുറേ ഉണ്ട് അതിൽ. ഞാൻ നീനി ആതിരിയും അയ്യോ എന്ത് രസമായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മകളൊക്കെ വന്നട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കാണിച്ചു തരിക. അപ്പോൾ അതേ ചെറുതപ്പുറത്ത് കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. കരഞ്ഞിട്ട് അതിനവിടെ കൊടുന്ന് കെടുത്തിയതാണ്. പിന്നെ ഞാൻ ഇതൊക്കെ നോക്കുന്നത് കണ്ടപ്പോൾ ഇങ്ങനെ ഒതുങ്ങി കെടുക്കുന്നുണ്ട് കണ്ടോ. അപ്പം ഞാൻ അവളോട് പറയാം അവൾ അച്ഛനാണത്. നോക്ക് നിൻ്റെ അച്ഛൻ. അപ്പോൾ അതാ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് കണ്ടു. അപ്പോഴാണ് മേമയൊക്കെ വന്നിട്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ മാത്രമേ കാണാത്തുനിന്ന്. അപ്പം മേമയൊന്നും കണ്ടിട്ടില്ല. കാരണം ഇവർ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടിയൊക്കെ ഉണ്ടായ ശേഷമൊക്കെയാണ് ആൽബം വാങ്ങിയതെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ആരും കണ്ടിട്ടില്ല അധികം. അപ്പോൾ ഞങ്ങളിങ്ങനെ അതൊക്കെ ഇരുന്ന് നോക്കി. പിന്നെ ഈ ഒരു റൂം എന്താ പറയുക എത്രയോ വർഷം എൻ്റെ 10-15 വയസ്സ് വരെ ഞാനും അമ്മയും അച്ഛനും ആതിരയൊക്കെ ഞങ്ങളുടെ തറവാട്ടിൽ ഈ ഒരു റൂമിലായിരുന്നു കേട്ടോ. ഈ ഒരു കുട്ടി റൂമിലായിരുന്നു. ഞങ്ങളുടെ റൂമായിരുന്നു ഇത്. അപ്പോൾ ആ റൂമിലിരുന്ന് ഞാൻ ഇങ്ങനെ ആൽബംസൊക്കെ ഇരുന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു. ഇപ്പോൾ അന്ന് കട്ടിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ നിലത്തൊക്കെ ഇരുന്ന് കിടന്നത്. ഇന്ന് കട്ടിലൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു അലമാരയൊക്കെ ഇട്ടിട്ടാട്ടോ ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കുട്ടി റൂമിൻ്റെ ഉള്ളിൽ ഒരു അലമാരും ഞങ്ങൾ 4 പേരും ഒക്കെ ഒരുമിച്ചാണ് കിടന്നിരുന്നത്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ വീട് വെച്ച് മാറി. അപ്പം അങ്ങനെ പിന്നെ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഭയങ്കര ലെങ്തി ആയല്ലേ. ഞാനിതൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതൊരു വ്ളോഗ് ടൈപ്പ് ആയിപ്പോയി. ഡേ ഇൻ മൈ ലൈഫ് പ്ലസ് വ്ളോഗ് ടൈപ്പ് ആയിപ്പോയി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നല്ല ലെങ്ത്തായി. എനിക്ക് ഈ ലെങ്ത്ത് കൂടുന്തോറും ഭയങ്കര എന്തോ ഒരു മാതിരി ഫീലാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പം ഈ ഒരു ഇതിൽ വെച്ച് ഇങ്ങനെ നിർത്താമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.